ഇറാൻ-അമേരിക്ക സമാധാന ചർച്ചകൾ വഴിമുട്ടിയെന്ന് ഇറാൻ. സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലാണെന്ന് തുറന്നടിച്ച് മുജ്തബ ഖമനിയുടെ ഉപദേഷ്ടാവ് CNN അനുവദിച്ച അഭിമുഖത്തിലാണ് പ്രതികരണം. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. മെറിൻ, അങ്ങനെ ചർച്ചകൾ വീണ്ടും എവിടെയും എത്തുന്നില്ല, സമാധാനം അകലെ എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രീനിധി, പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലാണെന്ന് ഇപ്പോൾ ഇറാൻ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ ഉപദേഷ്ടാവാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. CNN അനുവദിച്ച അപൂർവ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ സമാധാന ചർച്ചകൾക്കെല്ലാം വിലങ്ങ് തടയായിട്ടുള്ളത് ട്രംപിന്റെ നിലപാടുകളാണ്. ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണം, എന്നാൽ മാത്രമാണ് തുടർ ചർച്ചകൾ സാധ്യമാകുകയുള്ളൂ എന്നും ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. $1200 കോടി ആസ്തിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് വിട്ടു നൽകണം. ഇത് അമേരിക്കയുടെ പണമല്ല, ഇറാന്റെ പണമാണെന്നും ഇപ്പോൾ ഇറാന്റെ മുജ്തബ ഖമനിയുടെ ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നു അഭിമുഖത്തിൽ. മാത്രമല്ല, ഈ ഒരു ഇറാന് നേരെ ആക്രമണം തുടർന്നാൽ പേർഷ്യൻ ഗൾഫിലേക്കും ആ മേഖല വിട്ടും യുദ്ധം വ്യാപിപ്പിക്കുമെന്നും അമേരിക്ക ഇരുണ്ട ഇടനാഴിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് അതേപോലെ തന്നെ ഖമനൈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം ട്രംപ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സൂചനയും ട്രംപ് നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് അത്തരത്തിൽ പ്രതികരിക്കാൻ ഇറാന്റെ മുജ്തബ ഖമനിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് തയ്യാറായില്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ ആശങ്ക തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചർച്ചകൾ വഴിമുട്ടിയെന്ന് ഇപ്പോൾ ഇറാൻ തന്നെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. മാത്രമല്ല, നിബന്ധനകൾ തന്നെ ഇറാൻ നേരത്തെ അറിയിച്ച നിലപാടുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനിധി, ശരി, അങ്ങനെ ചർച്ചകൾ എവിടെയും എത്താത്ത സാഹചര്യമാണ്. വീണ്ടും സമാധാനം അകലെ എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മെറിൻ മേരി ചാക്കോ ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.